അപ്പോൾ ഞങ്ങൾ നൂലുകെട്ടിന് പോകാൻ വേണ്ടി ഇറങ്ങി. ഓട്ടോ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഓട്ടോ കിട്ടിയില്ല. വിളിച്ച് നോക്കിയിട്ടൊന്നും ഓട്ടോയൊക്കെ സ്വിച്ച് ഓഫ്, നമ്പറൊക്കെ സ്വിച്ച് ഓഫ്. അപ്പോൾ ഞങ്ങൾ പണിക്കരിമുക്കിലോട്ട് നടന്ന് കുറച്ച് അവിടെ പോയി നിന്നപ്പോഴേ ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. അപ്പോൾ ആരുഷിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ കരച്ചിലോ ബഹളമോ ഒന്നുമില്ല. അവൻ ബസ്സിൽ കയറുമ്പോഴേ ഉറങ്ങും. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുക ബസ്. അപ്പോൾ ബസ് അവിടെ കാത്തു നിന്നപ്പോൾ അവർ പപ്പടം വയ്ക്കുന്ന ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അവിടെ ഒറ്റ ബസ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അകത്ത് കിടപ്പുണ്ട്, അതിനകത്ത് കയറിപ്പോ, കുഞ്ഞിനെ കൊണ്ട് പാടല്ലേന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനെ നോക്കിയപ്പോൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ബസ്സിൽ പോയി. അപ്പോൾ ബസ്സിൽ കയറി ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരുഷ് ഉറങ്ങും. ഉറങ്ങി കഴിഞ്ഞിട്ട് ഏഴംകുളം എത്തിയപ്പോഴത്തേക്ക് ഉണർന്നതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുളത്തുപുഴയിലെത്തി. കുളത്തുപുഴ ഇറങ്ങി പിന്നെ നമ്മൾ ഓട്ടോയിൽ പോകാമെന്ന് കരുതി വീട്ടിലോട്ട്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, എന്നാലും കുഞ്ഞിനെ കൊണ്ട് തേരിയൊക്കെ കയറണം. അപ്പം കുഞ്ഞിനെ കൊണ്ട് പോകാൻ പാടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓട്ടോയിൽ കയറി അവരുടെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ ഇത് ഏട്ടൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്. അപ്പം അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് ചെന്നപ്പോഴേ എൻ്റെ അടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പം ഫുഡൊക്കെ കഴിച്ച് സദ്യയായിരുന്നു, നല്ല സദ്യയായിരുന്നു. ആ കുഞ്ഞിനെ എല്ലാവരും എടുത്ത് കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമായിരുന്നു മോന്. പക്ഷേ അവൻ പാൽ കുടിക്കാൻ വേണ്ടി അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വന്നിട്ട് ഞാൻ പാൽ കൊടുക്കാതെ സദ്യ കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ പെട്ടെന്ന് വാരി കഴിച്ചിട്ട് പാൽ കൊടുത്ത് സമാധാനപ്പെടുത്തി അവൻ ഒന്ന് ഉറങ്ങി. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറിയത് തിരിച്ച് പുനലൂരോട്ടുള്ള ബസ്സിൽ കയറി. ഇപ്പോൾ പൊന്നു വീട്ടിൽ തന്നെ നിൽക്കും, പുറത്തുപുഴ നിൽക്കുക. ഞങ്ങളെ ഞായറാഴ്ച വീട്ടിൽ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞു. ചേട്ടനെ ഞാനും വെച്ചിട്ട് മോനും കൂടെ ബസ്സിൽ കയറി ഞങ്ങൾ പുനലൂരോട്ട് വരിക. അപ്പോൾ നല്ലപോലെ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളങ്ങനെ വീട്ടിൽ എത്തി.